നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കെയിലപ്പ് കഴിഞ്ഞു, സിസ്റ്റമൈസ് കഴിഞ്ഞു. നൗ വി ആർ ഇൻ സസ്റ്റെയിൻ. നമ്മുടെ വിജയം നമ്മൾ നേടിയെടുത്ത എന്തുമായിക്കോട്ടെ അത് നിലനിർത്തുന്നതിനെയാണ് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. റൈറ്റ്? സോ ഹിയർ വി ആർ ലേണിംഗ് ഹൗ ടു സസ്റ്റെയിൻ. അപ്പൊ ഇന്നലെ നമ്മള് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ആളുകൾ എന്തിന്റെ പേരിൽ നമ്മളെ ഓർത്തിരിക്കണം. കിട്ടിയോ? എത്ര പേർക്ക് കിട്ടി? ചാറ്റിലേക്ക് കിട്ടി നോക്കട്ടെ. എന്തിന്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ ബിസിനസിനെയും കസ്റ്റമേഴ്സ് ഓർത്തിരിക്കണം? ഞാൻ ഒരു കാര്യം പറയാം. അവരൊരു കാര്യം ഓർത്തിരിക്കണം എങ്കിൽ നമ്മള് വർഷങ്ങളായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? എനിക്കെന്ത് കിട്ടും? ഞാനെന്താ പറഞ്ഞ എന്റെ യുണീക്നെസ് എന്ന്? വില കൂട്ടി വിൽക്കുക. ഹൈ ടിക്കറ്റ് സെയിൽസ്. ഹൈ ടിക്കറ്റ് സെയിൽസ്. ഇതിന്റെ അകത്ത് എന്റെ ട്രെയിനിങ്ങിന്റെ യുണീക്നെസ് ആണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? എന്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആണോ പറഞ്ഞിരിക്കുന്നത്? എന്നെ കുറിച്ചോ നമ്മുടെ ട്രെയിനിങ് മൊഡ്യൂളിനെ കുറിച്ചോ ആണോ പറഞ്ഞേക്കുന്നത്? നോ. ടു ബിക്കം ദ നമ്പർ 1 ട്രെയിനർ എന്ന് വേണമെങ്കിൽ എനിക്ക് വെക്കാം. അല്ലെങ്കിൽ നമ്പർ 1 ട്രെയിനറുടെ പ്രോഗ്രാം അവർ അറ്റൻഡ് ചെയ്യുന്നതായിട്ട്. ഇതൊന്നും കാര്യമില്ല. അവര് നമ്മളെ ഓർത്തിരിക്കണമെങ്കിൽ ഇതിനുള്ള മറുപടി കണ്ടെത്തണം. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? അവൻ ചിന്തിക്കുന്ന ഇതാ, ഇതിൽ എനിക്കെന്താ ഉള്ളത്? അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താ ഉള്ളത്? അല്ലെങ്കിൽ നമ്മള് കൊക്കക്കോള പോലെയൊക്കെ അത്ര കോടിക്കണക്കിന് രൂപയുടെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് അവന്റെ തലയിൽ ആ ബ്രാൻഡ് ഇടിച്ചു കയറ്റണം. അങ്ങനെയാണ് ഒരു ബ്രാൻഡ് അവരുടെ തലയിലേക്ക് കയറുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന തൊട്ട് അത്ര സിമ്പിളായിട്ട് നമ്മുടെ ലോഗോയൊന്നും അവന്റെ തലയിൽ കയറത്തില്ല. ഇനി അത് കയറിയാൽ തന്നെ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ ദം? നമ്മുടെ ലോഗോ കൊണ്ട് അവർക്ക് എന്ത് ഗുണം? ലോഗോ ഈസ് അവേഴ്സ്. അതവൻ ഓർത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും അവനില്ല. അവനെ കൊണ്ടത് ഓർത്തു വെപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് ദം റിമെമ്പർ, സേ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ ദം. നിന്റെ വില കൂട്ടി വിൽക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അയാൾ വാ തുറന്ന വില കൂട്ടുന്ന കാര്യത്തെ കുറിച്ചേ പറയത്തുള്ളൂ. മതി. ബ്ലൂ ഓഷ്യനാണ്. ആരും പറയത്തില്ല. ആരും പറയില്ല. റൈറ്റ്? സോ ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ ദം. അങ്ങനെ ചുമ്മാതിരിക്കുമ്പോ അങ്ങ് കിട്ടുന്ന സാധനം അല്ല ആ യുണീക്നെസ്. അത് കിട്ടിയിട്ടുള്ളവരൊക്കെ, അത് നന്നായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ളവരൊക്കെ സക്സസ് ആയിട്ടു. ആ കാര്യത്തിൽ സക്സസ് ആയിട്ടു. ആളുകളുടെ ഉള്ളിൽ, മനസ്സിൽ ഇടം പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ പറയുന്നത്, കോണ്ടെക്സ്റ്റ്. രാവിലെ വന്നിരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ആളുകൾ നമ്മളെ ഓർത്തിരിക്കണമെങ്കിൽ there should be something remember. അതിന്റെ പേരാണ് നോളജ്. അറിവ്. അറിവ് നേടി ഫോർവേഡ് ഒരു കാര്യമില്ല. ഈ അറിവ് വെച്ചിട്ട് ഡ്യൂഡിന്റെ യുണീക്നെസ് ഹനീഫിക്ക് കണ്ടുപിടിച്ച ആളുകളിലേക്ക് എത്തിച്ചാൽ, സലീമിക്ക് ഇമേജ് മൊബൈൽസിന്റെ യുണീക്നെസ് കണ്ടെത്തിയ ആളുകളിലേക്ക് എത്തിച്ചാൽ, സാദിക്ക് മാന്നാർ ക്രാഫ്റ്റിന്റെ യുണീക്നെസ് കണ്ടെത്തിയ ആളുകളിലേക്ക് എത്തിച്ചാൽ, then it becomes wisdom. ഇന്നലെ മെയിനായിട്ട് ഒരൊറ്റ ടാസ്കേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, ഇത് കണ്ടെത്താൻ.
സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഇന്നലെ ഇതിനു വേണ്ടി എത്ര സമയം മാറ്റിവെച്ചു? ഒന്ന് ചാറ്റിലേക്ക് ഇടൂ. ഇന്നലെ ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചവർ ഒന്ന് ചാറ്റിലേക്ക് ഇടൂ. 1 2 3 which means എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കുക. എന്താ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ഇന്നലെ രാവിലെ ഇവിടെ ഇരുന്നതിന് ശേഷമുള്ള സമയം എവിടെ പോയി? ഇന്നിപ്പോ നമ്മൾ കണ്ടിട്ട് 24 മണിക്കൂറാവുന്നു. ഈ 24 മണിക്കൂറിൽ ഇന്നലെ നമുക്ക് കിട്ടിയ ഒരു നോളജിനെ വിശദമാക്കി മാറ്റാൻ എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ള സത്യസന്ധമായ മറുപടിയാണ് ഞാൻ ചോദിച്ചത്. സോ ടൈം മാനേജ്മെന്റ് ഈസ് സെൽഫ് മാനേജ്മെന്റ്. ബിസിനസ്സിലെ സക്സസ് നിലനിർത്തണം എങ്കിൽ യു ഷുഡ് ലേൺ. ഇപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പയറ്റി നോക്കി ഒരുപാട് ശരി തെറ്റുകൾക്ക് ശേഷം നമ്മൾ എന്തായി? സക്സസ് ആയി. ഇനി അത് നിലനിർത്തുക എന്നുള്ളതാണ്. അത് നിലനിർത്തണമെങ്കിൽ യു ഹാവ് ടു മാനേജ് യുവർ ടൈം. ഫോർ ദാറ്റ് യു ഹാവ് ടു മാനേജ് യുവർ സെൽഫ്. കാരണം സെൽഫ് മാനേജ്മെന്റ് ആണ് ടൈം മാനേജ്മെന്റ്. കാരണം എന്താ? സമയത്തെ മാനേജ് ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. The only thing which we can do is we can manage our actions. നമ്മളുടെ പ്രവർത്തികൾ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റൂ. സമയത്തെ മാനേജ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ലോകത്താർക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സെൽഫ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഒരുപാട് പൊട്ടിയ ബിസിനസ്സുകാരോ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരോ പൊട്ടാൻ പോകുന്ന ബിസിനസ്സുകാരോ പറയുന്ന ഒരു വാചകമുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടൈം. ഓൾറെഡി പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ റോളിങ്ങിൽ നിൽക്കുന്ന പൊട്ടാൻ പോകുന്ന ബിസിനസ്സുകാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഐ ഡോണ്ട് ഹാവ് ടൈം. ഇന്നലെ എനിക്ക് സമയം കിട്ടില്ല. സമയമില്ലെന്ന് എപ്പോഴും തിരക്കാം. ഐ ആം ടു ബിസി. If you are saying this, even if you are successful, you cannot sustain. നിങ്ങൾ സക്സസ് ആയതിനു ശേഷവും നിങ്ങൾ ഇതാണ് പറയുന്നത് എങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ വിജയം നിലനിർത്താൻ പറ്റില്ല. കാരണം യു ഡോണ്ട് നോ ഹൗ ടു മാനേജ് യുവർ സെൽഫ്. നമ്മൾ ഒരു കാര്യത്തിന് സമയമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ് ഫോർ യു. Not that important for you. ഈ കാര്യത്തിനാണ് നമുക്ക് സമയമില്ലാത്തത്. ഈ കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് മടി തോന്നുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾ ജിമ്മിൽ പോകാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ? ജിമ്മിൽ പോകാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ്. ഹെൽത്ത് ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ്.
എന്ത് കാര്യത്തെക്കുറിച്ചും നോക്കിയാൽ മതി, ഒരു കാര്യം നിങ്ങൾ ചെയ്യാത്തതിന്റെ റീസൺ മറ്റൊരു കാര്യം അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസിന് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സോ വി ആർ ഗോയിങ് ടു ലേൺ എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, വാല്യൂ സിസ്റ്റംസ്. വാല്യൂ സിസ്റ്റം എന്താണ്? വാല്യൂ സിസ്റ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ചെയ്യേണ്ട പല കർമ്മങ്ങളുണ്ട്. പല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ പല ഫ്രീക്വൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലാണ് എങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഹൈ വാല്യൂ, ലോ വാല്യൂ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സ്കെയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വാല്യൂ സിസ്റ്റത്തിൽ അതിനെ പൊസിഷൻ ചെയ്യുക. നമുക്ക് നോക്കാം. ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് വിൽ ബി ഓൺ ഹൈ വാല്യൂ റേഞ്ച്. ചിലർക്ക് അപ്പം ഇതിങ്ങനെ പല 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 റേഞ്ച് ആണ് എന്നിരിക്കട്ടെ. ഇത് പല ഫ്രീക്വൻസിയിലുള്ള നമ്മുടെ വാല്യൂസ് ആണ്, നമ്മുടെ വാല്യൂ സിസ്റ്റംസ് ആണ്, റൈറ്റ്? അപ്പോ ചില ആളുകൾക്ക് എന്തുണ്ട്, ഫാമിലി എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലർക്ക് മണി എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലർക്ക് റീഡിങ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലർക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലരെ സംബന്ധിച്ച് ബിസിനസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലർക്ക് ഫുഡ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലർക്ക് കുട്ടികൾ എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. ചിലരെ സംബന്ധിച്ച് ഇപ്പം റോയ് ചേട്ടനെ പോലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈ വാല്യൂയിലേക്ക് ഇടുന്നു. ചിലര് ഹെൽത്ത് എന്ന് പറയുന്നത് ഹൈ വാല്യൂ കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലര് സിനിമയ്ക്ക്, മൂവീസ് കാണുന്നതിന്, അത് റിവ്യൂ ചെയ്യുന്നതിന് അതിന് ഹൈ വാല്യൂ കൊടുക്കുന്നവരുണ്ട്. സോഷ്യൽ മീഡിയക്ക് ഹൈ വാല്യൂ കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമ്മൾ ഹൈ വാല്യൂ കൊടുക്കാറുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. എന്ത് കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിൽ ഓൾറെഡി നിങ്ങൾ സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അബണ്ടൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. എന്ത് കാര്യത്തിൽ ജീവിതത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ കൊടുക്കുന്നുണ്ടോ അത് ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. അതിൻ്റെ അബണ്ടൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഫാമിലി പ്രോബ്ലം ഉണ്ട്. ദ റീസൺ യു ആർ ഗിവിങ് ലോ വാല്യൂ ടു യുവർ ഫാമിലി. നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലിക്ക് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലി പ്രശ്നമുണ്ട്. ചില ആളുകൾക്ക് പണം പ്രശ്നമാണ്. ദ റീസൺ യു ആർ ഗിവിങ് ലീസ്റ്റ് പ്രയോറിറ്റി ടു മണി. ദാറ്റ്സ് വൈ യു ആർ സ്ട്രഗിളിങ് ഇൻ യുവർ വെൽത്ത്. ചില ആളുകൾക്ക്
ലേണിംഗ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. റീഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിൽ നടക്കുന്നതേ ഇല്ല. ചില ആളുകൾക്ക് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾക്ക് ഫുഡിന്റെ അകത്ത് പ്രശ്നമുണ്ട്. കാരണം ഫുഡ് എന്ന് പറയുന്നത് അവർ കഴിക്കാറേ ഇല്ല. കാരണം അത് അവരെ സംബന്ധിച്ച് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ചിലത് കുട്ടികളെ ശ്രദ്ധിക്കാറില്ല. കാരണം അവരെ സംബന്ധിച്ച് കുട്ടികൾ ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ചിലരെ സംബന്ധിച്ച് സിനിമയ്ക്ക് പോവാറേ ഇല്ല. കാരണം അവനെ സംബന്ധിച്ച് അത് ലീസ്റ്റ് ആണ്. ചില ആളുകൾ സോഷ്യൽ മീഡിയ നോക്കാറേ ഇല്ല. കാരണം അവനെ സംബന്ധിച്ച് അത് ലോ വാല്യൂ ആണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ അബണ്ടൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിന്റെ അകത്ത് ഹൈ പൊസിഷനിലും, ജീവിതത്തിൽ എവിടൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളുടെ ലൈഫിലെ ലോ വാല്യൂല് കിടക്കുകയാണ്. നിങ്ങൾക്ക് പണത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഈ വാല്യൂ സിസ്റ്റത്തിൽ പണത്തിന്റെ ഹൈ വാല്യൂ ഇല്ലാത്ത കുരങ്ങന്മാർ പറയുന്നത് എന്തുവാന്നറിയോ? പണമൊന്നും വലിയ കാര്യമൊന്നുമല്ല, പൈസയൊക്കെ ചുമ്മാതൊക്കെ എന്ന് പറയുന്നത് അത് ചെകുത്താനാണ്. അത് ഹൈ വാല്യൂകളിലുള്ളവൻ പറയുന്നത് ഐ നീഡ് മണി, ഐ ആം റിച്ച്, ഐ വാണ്ട് ടു ബി റിച്ച്, ഐ വാണ്ട് ടു സ്റ്റേ വെൽത്തി. ഇവരോ ബ്രോക്കായി. ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്ന പറയും ഫാമിലി, അവിടെ അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി അവരുടെ സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവന്റെ ഫാമിലി ലൈഫിൽ അതാണ് ദുരിതമാണെന്ന് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അലട്ട പ്രശ്നമാണ്. യു ആർ ഗിവിങ് ലോ വാല്യൂ ടു യുവർ ഫാമിലി. അതുകൊണ്ടാണ് അവിടെ ആ അലട്ട് വരുന്നത്. ചിലർക്ക് കുട്ടികൾ എന്ന് പറയുന്നത് അതാണ് അവരുടെ ലൈഫ്. ചിലർക്ക് കുട്ടികൾ എന്ന് പറയുന്നത് ബാധ്യതയാണ്. ചിലർക്ക് ബിസിനസ് എന്ന് പറയുന്നത് ജീവനാണ്. ചിലർക്ക് ബിസിനസ് ഒരു ടൈം പാസ്. ചിലർക്ക് സിനിമ കാണുക എന്ന് പറയുന്നത്, റിലീസിന്റെ അന്ന് തന്നെ കാണുക എന്ന് പറയുന്നത് അതൊരു ഹരമാണ്. ചിലർക്ക് സിനിമ വെറുതെ എന്തിനാ സമയം കളയുന്നത്. ചിലർക്ക് ജിമ്മിൽ പോകുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഓൺ ദെയർ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റ്. ചിലരെ സംബന്ധിച്ച് ഇറ്റ്സ് ദ ലീസ്റ്റ്. ചിലർക്ക് കൃത്യസമയത്ത് ഹെൽത്തി ഫുഡ് കഴിക്കുക. ചിലർക്ക് ഫുഡൊക്കെ അതെന്തെങ്കിലും കഴിച്ചാൽ പോരെ, അതിനെന്ത് ഇത്ര നോക്കാൻ. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളിന് ഹൈ പ്രയോറിറ്റി, ഞാൻ പോകുന്നിടത്ത് എനിക്ക് വെജിറ്റേറിയൻ കിട്ടിയിരിക്കണം. നോൺ വെജ് ആയിട്ടുള്ള ഒരാളിന് ഹൈ പ്രയോറിറ്റി, എനിക്ക് നോൺ വെജ് മസ്റ്റാ. ഇനി ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആവശ്യമുള്ള എന്താണോ ഉള്ളത് അത് കഴിക്കും, ഉള്ളത് കഴിക്കും. അവർക്ക് നോൺ വെജ് വേണമെന്നുള്ളത് നിർബന്ധമല്ല, വെജിറ്റേറിയൻ വേണമെന്നുള്ളത് നിർബന്ധമല്ല. ഇറ്റ്സ് ഓൺ ദെയർ ലോ പ്രയോറിറ്റി ലിസ്റ്റ്. റൈറ്റ്? എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ഈ ബക്കറ്റിൽ വരും. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലയോ അതെല്ലാം ഈ ബക്കറ്റിൽ വരും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ട? വാല്യൂ സിസ്റ്റത്തിൽ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മാർഗം എന്താ? ആ സാധനത്തിനെ പൊക്കി വാല്യൂ സിസ്റ്റത്തിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ഒന്നുകൂടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ അതിനെ ലോ വാല്യൂ ബക്കറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് ഹൈ വാല്യൂ ബക്കറ്റിലേക്ക് വാല്യൂ സിസ്റ്റത്തിൽ പൊസിഷൻ ചെയ്താൽ മാത്രം മതി. Then you will start giving importance. Then you will find time for that. Then you will fix it. ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അത് അബണ്ടൻസ് ആയിട്ട് നിങ്ങൾക്കുണ്ട്. ഇന്ന് നിങ്ങൾ പണത്തിന് അധികം വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ പൊക്കിയെടുത്ത് മേഖലയിലേക്ക് ഒന്ന് ഇട്ടു നോക്കുകയും, യെസ്, പിന്നെ ലൈഫ് വേറെയോ. എന്തൊക്കെയാണ് പ്രിൻസിന്റെ ഹൈ വാല്യൂ സിസ്റ്റത്തിലുള്ളത് എന്ന് ഞാൻ പറയട്ടെ. എന്തൊക്കെയാണ് സാദിഖിന്റെ ഹൈ വാല്യൂ സിസ്റ്റത്തിലുള്ളതെന്ന് പറയട്ടെ. എന്തൊക്കെയാണ് മനോജേട്ടന്റെ ഹൈ വാല്യൂ സിസ്റ്റത്തിലുള്ളതെന്ന്. നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് മണി ആൻഡ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ വരും.
കാരണം യു വാല്യൂ ഹൈ ഇൻ യുവർ വാല്യൂ സിസ്റ്റം. എന്തൊക്കെ കാര്യത്തിന് ശ്രീലയില് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ടോ? ശ്രീലയില് ജിമ്മിൽ പോകാൻ പൈസ ചെലവാക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഹൈ ഇൻ യുവർ വാല്യൂ സിസ്റ്റം. മനോജേട്ടൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഹൈ. ഏത് വലിക്കുക എന്നുള്ളത് ദാറ്റ്സ് ഹൈ ഇൻ യുവർ വാല്യൂ സിസ്റ്റം. അത് റോയ് ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യത്തേ ഇല്ല. പക്ഷെ അത് മനോജേട്ടന്റെ വാല്യൂ സിസ്റ്റത്തിൽ ഹൈ ആണ്, റോയ് ചേട്ടന്റെ വാല്യൂ സിസ്റ്റത്തിൽ ലോ ആണ്. എനിത്തിങ് ദാറ്റ് യു സ്പെൻഡ് ടൈം ആൻഡ് മണി യു വാല്യൂ മോർ. ഉണ്ണിയേട്ടൻ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നോക്കിയാൽ മതി, ഇന്നലത്തെ നോക്കിയാൽ മതി, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്നലെ സമയവും പണവും സ്പെൻഡ് ചെയ്തു? യു വാല്യൂ ദാറ്റ്. ഓണത്തിന് നമ്മളെല്ലാവരും തുണി എടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ നമ്മൾ കുറെ പൈസ ചെലവാക്കി. മലയാളികളുടെ വാല്യൂ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഓണം ഈസ് ഇൻ ദെയർ ദാറ്റ് ലിസ്റ്റ്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോ ക്രിസ്മസ് എന്ന് പറയുന്നത് ചിലർ ആഘോഷിക്കുന്നത്, ഇപ്പൊ പ്രിൻസ് ആഘോഷിക്കുന്നത് ഇവിടെയായിരിക്കും, ശ്രീലലിനെ സംബന്ധിച്ച് അത് ഇവിടെയായിരിക്കും. ഇക്ബാലിക്കയെ സംബന്ധിച്ച് പെരുന്നാൾ എന്ന് പറയുന്നത് അത് ഇവിടെയായിരിക്കും, അത് നമ്മുടെ മനുവിനെ സംബന്ധിച്ച് ഇവിടെയായിരിക്കും. വാല്യൂ സിസ്റ്റം. അപ്പൊ എന്താവും? പെരുന്നാൾ വരുമ്പോ ഇക്ബാലിക്ക് ഒരുപാട് പൈസ ചെലവാക്കി ഡ്രസ്സും അതും ഇതും എല്ലാം ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. ഇറ്റ് വിൽ ബി എ നോർമൽ ഡേ ഫോർ മനു. കാരണം എന്താ? വാല്യൂ സിസ്റ്റത്തിന്റെ ഡിഫറൻസ്. എന്ത് കാര്യത്തിന് നിങ്ങൾ പണവും സമയവും ചെലവാക്കുന്നുണ്ട്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ദാറ്റ് ഈസ് ഹൈ ഇൻ യുവർ വാല്യൂ സിസ്റ്റം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലി റീഅറേഞ്ച് ദ ബക്കറ്റ് ലിസ്റ്റ് ഇൻ യുവർ വാല്യൂ സിസ്റ്റം. ഈ ലിസ്റ്റ്, നമ്മുടെ ജീവിതത്തിലെ ഈ ലിസ്റ്റുകൾ എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ ഹെൽത്ത് പ്രശ്നമുണ്ട്, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഹെൽത്ത് ക്ലിയർ ആവും. ഇന്ന് തൊട്ട് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ, ഇന്ന് തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങിയാൽ, ഇന്ന് തൊട്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ, ഇന്ന് തൊട്ട് കൃത്യമായി വെള്ളം കുടിച്ചാൽ, അപ്പൊ എന്തായി? വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ എന്തിനാ ഇതിവിടെ വെച്ചിരിക്കുന്നത്? എപ്പോഴും എടുത്ത് കുടിക്കുന്നത് എന്തിനാ? ഐ വാല്യൂ മൈ ഹെൽത്ത്. ഞാൻ മുടിയുടെ കാര്യത്തിന് വേണ്ടി, ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ബ്യൂട്ടി കോൺഷ്യസ് ആവാൻ വേണ്ടി, എൻ്റെ കോസ്റ്റ്യൂംസിന് വേണ്ടി, ഞാൻ എൻ്റെ കോസ്റ്റ്യൂംസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് ചെയ്യുന്നില്ല. കാരണം ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, കോസ്റ്റ്യൂം ഈസ് ഓൺ മൈ ഹൈ വാല്യൂ സിസ്റ്റം. അത് അജിത്തേട്ടനെ സംബന്ധിച്ച് ലോവസ്റ്റ് ആയിരിക്കും. അജിത്തേട്ടന് ഒരിക്കലും ഞാൻ മേടിക്കുന്ന റേഞ്ചിലുള്ള ഒരു കോട്ട് മേടിക്കണം. ഒരു കോട്ട് വേണം, 2000 രൂപ 3000 രൂപയ്ക്കുള്ള ഒരു സാധനം മേടിക്കും. ഞാനത് മേടിക്കുമ്പോ ഞാൻ 30,000 രൂപ 50,000 രൂപയുടെ സാധനമായിരിക്കും മേടിക്കുന്നത്. വൈ? ഇറ്റ് ഈസ് ഹൈ ഓൺ മൈ പ്രയോറിറ്റി ലിസ്റ്റ് ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം സ്പെൻഡിങ് മോർ മണി ആൻഡ് ടൈം ദെയർ. എന്നെ സംബന്ധിച്ച് കാറ് എനിക്കൊരു എൻ്റെ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്, അതുകൊണ്ട് ഐ സ്പെൻഡ് മോർ. അത് ബബ്ലു സാറിനെ സംബന്ധിച്ച് സാറിനറിയാം അതൊരു വൈസായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന്. സാർ അതുകൊണ്ട് എന്ത് ചെയ്യും? നോർമൽ കാർ മതി. സാറിന്റെ വാല്യൂ സിസ്റ്റത്തിൽ കാർ ഇവിടെ കിടക്കുക. ചിലർക്ക് വീടെന്ന് പറയുന്നത് ഒരു ഭയങ്കര വാല്യൂ സിസ്റ്റമാണ്. അവൻ കടം മേടിച്ച് ലോൺ എടുത്തും അവിടുന്ന് എടുത്ത് പലിശയ്ക്കും എടുത്ത് എങ്ങനെയെങ്കിലും ഒരു വീട് തീർക്കും. ചിലര് പറയും വീട് അത് നമുക്ക് വെക്കാം, വെറുതെ കടം മേടിച്ച് വെക്കേണ്ട സാധനം അല്ലല്ലോ, നമുക്ക് വെക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം വീട് വെക്കണോ അപ്പുറത്തെ ആ കടമുറി വിൽക്കാൻ ഇട്ടിരിക്കുക, ആ
കട മേടിക്കണോ? കടയല്ലേ നല്ലത്. ചിലർക്ക് വീടാണ് ഹൈ, ചിലർക്ക് കടയാണ് ഹൈ. എന്ത് കാര്യത്തിന് നിങ്ങൾ പണം ചെലവഴിക്കുന്നു എന്ന് നോക്കിയാൽ മതി, എന്ത് കാര്യത്തിന് വേണ്ടി സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി, യു വാല്യൂ മോർ. എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലയോ, എന്ത് കാര്യത്തിന് നിങ്ങൾ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ, എന്ത് കാര്യത്തിന് പണം മുടക്കാൻ നിങ്ങൾ മടിക്കുന്നുവോ, ദാറ്റ് ഈസ് ഇൻ യുവർ ലോ വാല്യൂ സിസ്റ്റം. അപ്പൊ എന്താ പറഞ്ഞേ? നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ, ഫാമിലിയിൽ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഇവിടെ കിടക്കുന്ന ഫാമിലി എടുത്തിട്ട് എവിടേക്ക് ഇടണം? ഇവിടെ കൊണ്ടുവന്നാൽ മതി. എന്തിനാ ഈ ഡിവോഴ്സിന് ചെല്ലുമ്പോൾ കൗൺസിലിംഗ് പറയുന്നത്? 6 മാസം കണ്ടിന്യൂസ്ലി ഇതിന് വേണ്ടിയിട്ട് വക്കീലിന് പണം കൊടുക്കുന്ന, ഇതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അവസാനം ഇവന് തന്നെ ഇതിന് പ്രയോറിറ്റി കൊടുത്ത് എന്തായി? അവന് തന്നെ തോന്നും അതിന്റെ ആവശ്യമില്ല എന്ന്. നമ്മൾ എപ്പോഴാ ഒരു കാറ് വാങ്ങിച്ചിട്ടുള്ള? കാറ് വേണം എന്ന ചിന്തയിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് ആ ഷോറൂം കാണാൻ വേണ്ടി പോകാൻ വേണ്ടി സമയവും കണ്ടെത്തി മെനക്കെട്ട് ആ മോഡലുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് കാറ് കിട്ടും. അതുവരെ കാറ് കിട്ടില്ല. കാരണം കാർ ഈസ് ഇൻ യുവർ ലോ പ്രയോറിറ്റി ലിസ്റ്റ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഷിഫ്റ്റ് വേണമെങ്കിൽ, നമ്മൾ പറയാറുള്ള ഐഡന്റിറ്റി ഷിഫ്റ്റ് വേണമെങ്കിൽ, റീഅറേഞ്ച് യുവർ വാല്യൂ സിസ്റ്റം. 2016 മുന്നേ ഇവിടെ കിടന്നിരുന്ന പല സാധനങ്ങളെയും 2017 ശേഷം ഞാൻ ഇവിടേക്ക് എടുത്തിട്ടു. ഇവിടെ കിടന്നിരുന്ന പലതിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി. ഒരു ഉദാഹരണം, രാഷ്ട്രീയം. എന്നെ സംബന്ധിച്ച് അതുവരെ അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പിൽ. ഞാൻ അതിനെ എടുത്ത് താഴോട്ട് ഇട്ടിട്ട് ഞാൻ എൻ്റെ കരിയറിനെ, എൻ്റെ ബിസിനസ്സിനെ എടുത്ത് മുകളിലേക്ക് ഇട്ടു. എന്ത് സംഭവിച്ചു? ഐഡന്റിറ്റി ഷിഫ്റ്റ് സംഭവിച്ചു. ഞാൻ ഒരു മാജിക്കും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് റീഅറേഞ്ച്ഡ് മൈ വാല്യൂ സിസ്റ്റം. പ്രിൻസിനൊന്നും സംഭവിച്ചില്ല. പണ്ടത്തെ അതേ പ്രിൻസ് തന്നെയാ. പ്രിൻസ് എന്താ ചെയ്തേ? യു സിംപ്ലി റീഅറേഞ്ച്ഡ് യുവർ വാല്യൂ സിസ്റ്റം. ഇത്രയും നാളുണ്ടായിരുന്ന സലീമിക്ക അല്ല ഇമേജ് മൊബൈൽസ് തുടങ്ങിയതിന് ശേഷമുള്ള സലീമിക്ക. യു സിംപ്ലി റീഅറേഞ്ച്ഡ് യുവർ വാല്യൂ സിസ്റ്റം. ഇത് തന്നെയാണ് ഹനീഫിക്കയും, ഇത് തന്നെയാണ് മനുവും, ഇത് തന്നെയാണ് റോയ് ചേട്ടനും ചെയ്തത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ റോയ് ചേട്ടൻ എല്ലാവരെയും പോലെ തന്നെയായിരുന്നു LLB. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് റോയ് ചേട്ടൻ ഒരു സാധനം എടുത്ത് മുകളിലേക്ക് ഇട്ടു. എന്ത്? റിയൽ എസ്റ്റേറ്റ്. അതിനു വേണ്ടിയിട്ട് റോയ് ചേട്ടൻ സമയം കണ്ടെത്തി, അതിനു വേണ്ടിയിട്ട് റോയ് ചേട്ടൻ പണം കണ്ടെത്തി, അത് ഇൻവെസ്റ്റ് ചെയ്തു. നൗ യു ആർ എ കിങ്. Now you are a king because you made real estate in your high value system. റോയ് ചേട്ടന്റെ കൂടെ പഠിച്ച പലർക്കും ഇന്ന് ഒരു വീട് മാത്രം കാണും. അവരെങ്ങനെങ്കിലും ഒക്കെ, അതും ലോണിലായിരിക്കും. Why? It's on their low value system. Correct? Clear ആണോ? ടു മേക്ക് ദാറ്റ് ഐഡന്റിറ്റി ഷിഫ്റ്റ്, ഞാൻ മനോജേട്ടന് സിഗരറ്റ് വലി നിർത്തണം. ഹൈ വാല്യൂ സിസ്റ്റത്തിൽ കിടക്കുന്ന സിഗരറ്റ് എന്ന സാധനത്തിനെ എടുത്ത് ലോ വാല്യൂ ബക്കറ്റിലേക്ക് ഇട്ടാൽ മതി, മനോജേട്ട തീരും. പറയുമ്പോൾ എളുപ്പമാണ്. അപ്പം ഒരു കാര്യം മനോജേട്ട മനസ്സിലാക്കണം, ഇവിടുന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ മാറ്റുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. വരത്തില്ലേ? ഒഴുക്ക്, വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയാ? നമ്മൾ ഒരു സാധനം, ഒരു ബക്കറ്റിൽ വെള്ളം ഇരിക്കും, നമ്മൾ ഒരു മഗ് വെള്ളം കോരുന്നു, എന്ത് സംഭവിക്കും? ഇത് ഈക്വലൈസ്.
മനോട്ടെ, ഇവിടുന്ന് ഒരു സാധനം എടുത്ത് മാറ്റുമ്പോൾ യു ഷുഡ് റീപ്ലേസ് വിത്ത് സംതിങ് എൽസ്. മനോട്ടോ, ക്ലിയർ ആണോ? ഇതിനെ വലിച്ച് ഇവിടെ ഇടുമ്പോ ഇവിടുന്ന് ഒരെണ്ണം അവിടെ പോണം. സംതിങ് ഷുഡ് കം ടു യുവർ പ്രയോറിറ്റി. ഇതിനാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഗോൾ ഉള്ളപ്പോ എന്തായി? ഇറ്റ്സ് ഇൻ യുവർ ടോപ്പ് ഹൈ വാല്യൂ സിസ്റ്റം. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗോൾ, ഇവിടെ എന്താ ഇടണ്ടേന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്തിനാ ഗോൾ? അത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ ഹൈയിലേക്ക് കയറ്റാൻ. ഇന്നലെ കുറച്ചു പേര് ഇരുന്ന് എന്തുകൊണ്ട് എന്നെ കസ്റ്റമർ ഓർക്കണം എന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ കുറച്ചു പേര് ശ്രമിച്ചു. കാരണം അത് നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ കൊടുത്തു. ചിലരതിനെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല, കാരണം ലോ വാല്യൂ, അതൊന്നും ആവശ്യമില്ല. ചിലര് നമ്മുടെ രാവിലത്തെ സെഷൻ ആവാൻ 6:30 വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്റെ ക്ലാസ് എന്ന് പറയുന്നത് ദേ വാല്യൂ ഹൈ. ചിലര് പേയ്മെന്റ് തന്നിട്ട് ക്ലാസ്സിൽ കയറുന്നു പോലും ഇല്ല, കാരണം ദേ വാല്യൂ വെരി ലോ. അവരെ എനിക്കൊരു വിലയും തരുന്നില്ല, എന്നെ അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ വെറും ലോ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ നോട്ട് ഹിയർ. ആരൊക്കെ അതിന് വാല്യൂ തരുന്നു അവരിവിടെ വന്നിട്ടുണ്ട്. ഒക്ടോബറിലെ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോ തന്നെ കുറെ പേര് നമ്മുടെ കിങ്സ് ക്ലബിൽ നിന്ന് അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്തു. ബിക്കോസ് യു വാല്യൂ me and that session and this Kings Club in your top value system. ചിലര് മൈൻഡ് ചെയ്തിട്ടില്ല. എത്ര തവണ ഓഫീസിൽ നിന്ന് ആരൊക്കെ വിളിച്ചിട്ടും അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അന്ന് എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കടാ പുല്ലേ, ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഇറ്റ്സ് ഇൻ യുവർ ലോ വാല്യൂ സിസ്റ്റം. നിങ്ങൾക്ക് അതിനു വേണ്ടി, നിങ്ങളുടെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് അന്നത്തെ ദിവസം സമയം ഇല്ലാത്തത് കൊണ്ടും അല്ല, ആ പൈസയും ആ സമയവും സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടോ സമയം ഇല്ലാത്തത് കൊണ്ടോ അല്ല. യു വാല്യൂ ലോ വാല്യൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ 2 മാസം മുന്നേ 3 മാസം മുന്നേ അനൗൺസ് ചെയ്ത ഒരു ഡേറ്റില് എന്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് പറയരുത്. അതും 13-ാം തീയതിയിലത്തേക്ക് അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിരുന്നത്, അതിപ്പോ നമ്മൾ 27-ലേക്ക് മാറ്റി. അത് ഞാൻ നാട്ടിലില്ല എന്ന് പറയാനും പറ്റില്ല, കാരണം 30-ാം തീയതി ദുബൈയിലും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അതിൽ നിന്ന് എന്താ വായിച്ചെടുക്കണ്ടേ? നിങ്ങളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ഇൻ യുവർ ലോ വാല്യൂ ലെവൽ. എവിടെയാണ് ഓരോ കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത്? വൈഫുമായിട്ട് പ്രശ്നമുള്ളവരുണ്ട്. വൈഫിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കിയാൽ മതി. എവിടെയാണ് വൈഫ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? വേർ യുവർ വൈഫ് ഈസ് ഇൻ യുവർ ലോ വാല്യൂ സിസ്റ്റം. നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ വൈഫിന്റെ സ്ഥാനം താഴെയാണ് എങ്കിൽ അവൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയിരിക്കും. നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ വൈഫ് ആൻഡ് ഫാമിലി ടോപ്പിലുണ്ട് എങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം ദിസ് ഈസ് എ ഫ്രീക്വൻസി. പിടിച്ചോണം. യെസ്, വാല്യൂ, ഹൈ വാല്യൂ, ലോ വാല്യൂ. യെസ്, ഹൈ വാല്യൂ, ലോ വാല്യൂ. യെസ്, high value, low value. High frequency, low frequency. Yes. നിങ്ങൾക്ക് പണം, മണി, ഇത് നിങ്ങളുടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് കണക്റ്റഡ് ടു ഹൈ ഫ്രീക്വൻസി. എവിടേക്ക് കണക്ട് ആവും? ഹൈ ഫ്രീക്വൻസി. ഇതേ സാധനം ഇഫ് യു വാല്യൂ ലെസ്. ഇതുകൊണ്ട് പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് വിൽ ഫോൾ ഇൻ ലോ ഫ്രീക്വൻസി. 8ന്റെ പണി കിട്ടും.
8ന്റെ പണി കിട്ടും. സെയിം വിത്ത് ബിസിനസ്. ഇഫ് യു പുട്ട് ഇറ്റ് ഹിയർ, it will connect with high frequency businesses. നിങ്ങൾ ചിന്തകൾക്ക് വേണ്ടി ചിന്തകൾക്ക് വേണ്ടി നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എന്റെ സെൽഫ് തോട്ട് അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പം ഹനീഫിക്കയും റാമോഹൻ സാറും കൂടെ ഫുജേറയിലൊക്കെ പോയി. ഇറ്റ് ഈസ് ഓൺ ദെയർ ടോപ്പ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് അവർ മാറി നിന്ന് റിസോർട്ട് എടുത്ത് സമയവും പണവും സ്പെൻഡ് ചെയ്ത് അവരൊന്നിച്ചിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? they will get connected to the high frequency and they will get absolute result for that. നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് സമയം കിട്ടുന്നില്ലയോ, നിങ്ങൾ എന്ത് കാര്യത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടോ, that is low in your value system. ഒരു കാര്യം അറിയോ? anything in your life can be achieved if you put it in your high value system. ഇവിടേക്ക് നിങ്ങൾ ഇടുന്ന എന്ത് സാധനവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മനോഹരന് 6 pack വേണോ? put it here. നിങ്ങൾ വരും 6 മാസത്തിനുള്ളിൽ 6 pack ആയിട്ട്. നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്തണോ? put it here. നിങ്ങൾ വരും സിഗരറ്റ് വലി നിർത്തിയിട്ട്. കാരണം whatever you put here, you will achieve. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നിന്റെ വാല്യൂ സിസ്റ്റത്തിൽ എന്ത് കാര്യം നീ മുകളിലിടുന്നോ അത് ഞാൻ നിനക്ക് തന്നു. അത് പണമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിനെ പൊക്കിയെടുത്ത് ഇവിടെ കിട്ടും. ബാറ്റിംഗ്, ക്രിക്കറ്റ് എന്നല്ല എടുത്തിട്ട് ഐ വാണ്ട് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. അതുകൊണ്ട് അയാൾ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോഴും ബാറ്റും എടുത്തോണ്ടാ പോണെ. വിശ്വനാഥൻ ആനന്ദ് ചെസ് എടുത്ത് അവിടെ ഇട്ടു. 15 തവണയും കണ്ട ലോക ചാമ്പ്യനായി. വിരാട് കോഹ്ലി അതെടുത്തിട്ടു. ദാസേട്ടൻ പാട്ടാണ് എടുത്തിട്ട്. SBBയും അത് തന്നെ ഇട്ടു. രവീന്ദ്ര മാഷ് പാടാൻ പോയില്ല, സംഗീതജ്ഞനാവാൻ തീരുമാനിച്ചു. ഹി പുട്ട് ഇറ്റ് ഹിയർ. ലാലേട്ടനും മമ്മൂക്കയും ഷാരൂഖ് ഖാനും ആക്ടിങ് എടുത്ത് അവിടെ ഇട്ടു. പിണറായി വിജയൻ, നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, PD സതീശൻ രാഷ്ട്രീയം എടുത്ത് അവിടെ ഇട്ടു. and they are there. മായ ഫാമിലി എടുത്ത് അവിടെ ഇട്ടു. and she is here. ഇന്ന് നിങ്ങൾ എന്താണോ കഴിഞ്ഞ കാലത്ത് ഇവിടെ ഇട്ടിരുന്നതാണ് നിങ്ങൾ. ഒരു സമയത്ത് ഞാൻ സെയിൽസുകാരനായിരുന്നു. വാല്യൂ സിസ്റ്റത്തിൽ ഐ വാസ് എ സെയിൽസ്മാൻ. പിന്നെ ഞാൻ സെയിൽസ് പഠിപ്പിക്കുന്ന ആളായി മാറി. എന്റെ വാല്യൂ സിസ്റ്റത്തിൽ അതായിരുന്നു. പിന്നീട് ഞാൻ സെയിൽസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു അന്ന് എന്റെ വാല്യൂ സിസ്റ്റത്തിലെ ടോപ്പ്. പിന്നെ ഞാൻ ബിസിനസ് ട്രെയിനറായി മാറി. സെയിൽസ് എന്റെ ലോ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറിയിട്ട് ബിസിനസ് ട്രെയിനിങ് ഇവിടേക്ക് വന്നു. നൗ ഐ ആം എ ബിസിനസ് ട്രെയിനർ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് എടുത്ത് ഞാൻ താഴേക്ക് ഇട്ടിട്ട് സ്പിരിച്വാലിറ്റി ഇവിടെ കേട്ടു. then I will be a spiritual mentor. എന്താണോ നിങ്ങൾക്കാവേണ്ടത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, put it here in your high value level. You will definitely achieve it. അപ്പോ ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യത്തിൽ വേൾഡ് ക്ലാസ് ആവണം എങ്കിൽ വെറുതെ പൊക്കി ഇവിടേക്ക് ഇടുക അല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇട്ടു മണി, ബിസിനസ്, തോട്ട്. പിന്നെ ഇപ്പം ഞാൻ എന്റെ ഒരു സാധനം വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം ഹൈ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ആവുമെന്ന് പറഞ്ഞു, ഹൈ വാല്യൂ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് ഞാൻ ഇടയ്ക്കൊന്നും വരച്ചില്ല എന്നേ ഉള്ളൂ, ചില കാര്യങ്ങൾ ഇടയ്ക്ക് വരും കേട്ടോ, അത് ഞാനിപ്പോ പറയാം.
ഇപ്പോ ഹൈ വാല്യൂ, ലോ വാല്യൂ, ഹൈ ഫ്രീക്വൻസി, low frequency, right? So, as far as I am concerned, training falls here. Learning falls here. Family falls here. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഫോൾസ് നെക്സ്റ്റ് ലെവൽ. കാറ് ഫോൾസ് ഹിയർ. എൻ്റെ ബിൽഡിങ്ങുകൾ പണിയുന്നത് ഫോൾസ് ഹിയർ. ദെൻ ദ കിങ്സ് ക്ലബ് falls here, right? പിന്നെ ലോസ്റ്റ് എന്താ, ഇടയ്ക്ക് വരുന്ന എന്താ, മൂവി. യെസ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുന്ന ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയ എനിക്കിഷ്ടമാണ്. എനിക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ന്യൂസ് കാണുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഇഷ്ടമുണ്ട്. എനിക്ക് പൊളിറ്റിക്സ് ഇപ്പോഴും താല്പര്യമുണ്ട്. പക്ഷെ ഹൈ പ്രയോറിറ്റി അല്ല, മിഡ് പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി. ഹാങ്ങിങ് അറൌണ്ട് വിത്ത് അൺവാണ്ടഡ് പീപ്പിൾ. എനിക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് വെറുതെ കറങ്ങി നടന്ന് സമയം കളയുന്നത്, ഇറ്റ്സ് ഇൻ മൈ ലോ പ്രയോറിറ്റി, റൈറ്റ്? പിന്നെന്താ ലോ പ്രയോറിറ്റി വരുന്നത്? വരട്ടെ. ലോ പ്രയോറിറ്റിയിൽ എന്തൊക്കെയാ എനിക്കില്ലാത്ത? ഈ പാർട്ടിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് അത്രയും ഫോക്കസ് അവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് ചിന്തിക്കാൻ പോലും സമയമില്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല. എന്തുവാടി? വണ്ടി ഓടിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്നത് എന്റെ ലോ പ്രയോറിറ്റി ലിസ്റ്റാ. കാറ് വാഷ് ചെയ്യുന്നത് എന്റെ ലോ പ്രയോറിറ്റി ലിസ്റ്റാ. ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എന്റെ ഹൈ പ്രയോറിറ്റി ലിസ്റ്റാ. ജോബി സാറിനെ സംബന്ധിച്ചത് ലോ പ്രയോറിറ്റി ആയിരിക്കും. അത് കാണാനുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് എന്താ, നമുക്ക് ചിലത് ലോ, ചിലത് മിഡ്, ചിലത് ഹൈ. ഇനി ഇപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിന്റെ അകത്ത് എനിക്ക് കുറെ ലിസ്റ്റുകളുണ്ട്. ഇഫ് യു വാണ്ട് ടു ബിക്കം ദ നമ്പർ 1, then നമുക്കൊരു കാര്യത്തിൽ നമുക്ക് വേൾഡ് ക്ലാസ് ആവണം എങ്കിൽ അത് വെറുതെ കൊണ്ടുവന്ന് മുകളിലെ ഫ്രീക്വൻസിയിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? ഈ ലിസ്റ്റുകളുടെ ഇടയിൽ ഇപ്പൊ എനിക്ക് എന്തൊക്കെയുണ്ട്? ട്രെയിനിങ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കിങ്സ് ക്ലബ് ഉണ്ട്, ഇത് കാറുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഇതൊക്കെ എന്റെ ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ കിടക്കുന്നതാ. ജോബി സാറേ, എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആവണോ, മേക്ക് ഇറ്റ് യുവർ നമ്പർ 1 ഇൻ യുവർ വാല്യൂ സിസ്റ്റം. ഇത് കഴിഞ്ഞേ ഉള്ളൂ സാറേ ഫാമിലി. എനിക്ക് ഫോർ ജോബി, ഇഫ് ഇറ്റ് ഈസ് ഡേറ്റ മേക്ക് as number 1 in your value system, ജോബി സാറേ, അതിന് സാറ് സമയം കണ്ടെത്തിയിരിക്കും. അതിന്റെ കാര്യത്തിന് വേണ്ടി സാറ് പണം കണ്ടെത്തിയിരിക്കും. ജോബി സാറെ, ക്ലിയർ ആണോ? ഗുഡ്. എന്ത് കാര്യത്തിന് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് അവർ വാല്യൂ സിസ്റ്റം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് നമ്പർ കൊടുക്കണം. എന്താണോ നിങ്ങൾക്കായി തീരേണ്ടത് അതിനെന്ത് കൊടുക്കണം? നമ്പർ 1 ഇൻ യുവർ വാല്യൂ സിസ്റ്റം. ആൻഡ് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ലോകത്തെ മുഴുവൻ ഫ്രീക്വൻസി നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ പ്രകൃതി മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ടു മേക്ക് യു ടു അച്ചീവ് ദാറ്റ് നമ്പർ 1. യെസ്, ഉറപ്പാണ്. ജസ്റ്റ് റീഅറേഞ്ച് യുവർ വാല്യൂ സിസ്റ്റം. അപ്പൊ എന്തായി? നമ്മളുടെ മുന്നിലേക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇത് വന്നു. അപ്പൊ നമുക്കൊരു ഡ്രൈവ് പോകാം എന്ന് പറയാം, ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ തന്നെ എനിക്ക് മറ്റൊരു ഓഫർ വരുന്നു, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇതിനേക്കാൾ നല്ലതാ.
അപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരിക, അഖിലിന്റെ കോള് വരുന്നു, സാറേ ഒരു ട്രെയിനിങ് വന്നിട്ടുണ്ട് എറാ. അപ്പൊ ഇവൻ നമുക്ക് ഡ്രൈവ് പൊക്കോണം, എടാ സിനിമ കീറിക്കളഞ്ഞേരെ. കാരണം എന്ത് കാര്യത്തിന് നമ്മളുടെ വാല്യൂ സിസ്റ്റത്തിൽ ഹൈ പൊസിഷൻ ഉണ്ടോ ബാക്കി എല്ലാത്തിനോടും നമ്മൾ നോ പറയും. എന്തിനോട് എസ് പറയുന്നു അത് ഹൈയിലും, എന്തിനോട് നോ പറയുന്നു അത് ലോയിലും ആയിരിക്കും. അപ്പം വെൻ യു ആർ സെയിങ് നോ ടൈം ഫോർ യുവർ ബിസിനസ് ആക്ടിവിറ്റീസ്, യു ആർ സെയിങ് ദാറ്റ് ഇറ്റ്സ് ലോ ഇൻ യുവർ വാല്യൂ സിസ്റ്റം. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ താഴെ കിടക്കുന്നു, മറ്റെന്തിനൊക്കെയോ ആണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വേണം എങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം നൗ ഫോർ നെക്സ്റ്റ് 90 days, അടുത്ത 90 ദിവസത്തേക്ക്, കൂടുതലൊന്നും വേണ്ട, യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പീരീഡ് ആണ് പറയുന്നത് 90 ദിവസം. അടുത്ത 90 ദിവസം കൺസിസ്റ്റന്റ് ആയി, ഡിസിപ്ലിൻഡ് ആയിട്ട്, കണ്ടിന്യൂസ് ആയി, റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ നിങ്ങൾക്കായി തീരേണ്ട ആ സാധനം, അതിനെ എടുത്ത് നിങ്ങളുടെ നമ്പർ 1 ഇൻ വാല്യൂ സിസ്റ്റത്തിലേക്ക് പൊസിഷൻ ചെയ്യും. വിത്തിൻ 90 days, വിത്തിൻ 3 months നിങ്ങളുടെ ലൈഫ് മാറും. ഇതാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം പറഞ്ഞ 12 ആഴ്ചയുടെ കണക്ക്. This 12 weeks is enough. Just put that dream, that goal as number 1 in your value system. നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും if you put that as number 1 in your value system. ക്ലാരിറ്റി ഇല്ലാത്ത, ഗോൾ ഇല്ലാത്ത ആളുകൾക്ക് എന്താ പ്രശ്നം? ഇന്ന് കുഞ്ഞമ്മയുടെ മോടെ കല്യാണമായിരിക്കും ഇന്നത്തെ വാല്യൂ സിസ്റ്റത്തിലെ പ്രയോറിറ്റി. നാളെ മറ്റേ അവിടുത്തെ മരിപ്പിന് പോകുന്നതായിരിക്കും. മറ്റന്നാൾ അത് ഇന്ന ആളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകുന്നു. അടുത്ത ദിവസം കുഞ്ഞിന്റെ സ്കൂളിലെ PTA മീറ്റിംഗ് ഉണ്ട്, അതിനൊന്ന് പോകണം. അയ്യോ, നമ്മൾ എന്താവണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. by putting it on top of our value system. So for the next 90 days നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, put it on top. നിങ്ങളതായിരിക്കും. Anything can be achieved if you make it the number 1 in your value system for the next 90 days. Anything, I repeat, anything can be achieved. If you make it the number 1 in your value system for next 90 days, for the next 90 days. Yes, for the next 90 days, put it as the number 1. അപ്പം എന്ത് വേണം? നമ്മൾ ബിസിനസ്സുകാരാ, ഒബിയസ്ലി നമ്മൾ ഇടാൻ പോകുന്ന നമ്പർ 1 ബിസിനസ് ആയിരിക്കും. ഞാൻ അത് ഒന്നുകൂടെ വായിക്കാം. വാല്യൂ സിസ്റ്റം, യെസ്, ഹൈ ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹൈ, മിഡ് ആൻഡ് ലോ. ഒബിയസ്ലി നമ്മൾ ഇടാൻ പോകുന്ന നമ്പർ 1 നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും, റൈറ്റ്? അതിന്റെ അർത്ഥം ഫാമിലിയെ കൊണ്ടുവന്ന് ഇവിടെ ഇടണം എന്നല്ല. ഫാമിലിയെ അടുത്ത 90 ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിലേക്ക് മാറ്റാം. അതല്ല എങ്കിൽ ഇവിടെ തന്നെ നിർത്താം, പക്ഷെ നോട്ട് ദ നമ്പർ 1. ഇവിടെ എന്തിന് ഈ നമ്പർ 1 ബിസിനസ് ഗോളിനൊപ്പം ഞാൻ ഫാമിലി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. യു വിൽ ബി ആസ് successful as your wife allows you to be. ഒന്നുകൂടെ,
You will only be as successful as your wife allows you to be. നിങ്ങളുടെ ഭാര്യ അനുവദിക്കുന്ന ലെവലിൽ മാത്രമേ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അനുവദിക്കുന്ന ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റൂ. മനോജേട്ടന്റെ വൈഫ് സൗമ്യേച്ചി മനോജേട്ടനെ ഇവിടെ വരെ സക്സസ് ആവാൻ അനുവദിക്കത്തുള്ളൂ എങ്കിൽ മനോജേട്ടൻ നിങ്ങൾക്ക് അവിടെ വരെ എത്താൻ പറ്റും. മനുവിന്റെ ധന്യ മനുവിനെ ഇവിടെ വരെ എത്തിക്കാനായിട്ട് കൂടെ നിന്നാൽ മനു അവിടെ എത്തിയിരിക്കും. അതേ ധന്യ മനുവിനെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചാൽ ഇവിടെയും നിൽക്കത്തുള്ളൂ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി will be successful as to the level your wife allows you to be. ഞാൻ ഇന്ന് എൻ്റെ സക്സസ് ലെവലിൽ ഞാൻ എവിടെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ മായ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ എവിടെങ്കിലും എത്താനുണ്ടെങ്കിലും അവൾ അനുവദിക്കണം. അവള് പറയുന്ന ലെവലിലേ നമുക്ക് എത്താൻ പറ്റൂ, നമ്മൾ പറയുന്ന ലെവലിലേ അവർക്ക് എത്താൻ പറ്റൂ. Clear? So when you put your value system, items in your value system give enough priority for your family and wife. ഈ വാല്യൂ സിസ്റ്റത്തിൽ ഇട്ടിട്ട് what you have to do is take permission from them. ശ്രീലിലെ സരിതയോട് പറയുകയാണ്, മനോജേട്ടൻ സൗമ്യേച്ചിയോട് പറയുകയാണ്, മനു ധന്യയോട് പറയുകയാണ്, ഞാൻ മായയോട് പറയുകയാണ്, പപ്പേട്ടൻ ചേച്ചിയോട് പറയുകയാണ്. We are taking permission from them for the next 90 days that I need to focus on this. ഞാൻ 90 days അല്ല എടുത്തിരിക്കുന്നത്, ഞാൻ മായയോട് 10 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. 10 വർഷം this will be my priority. അതിന്റെ അർത്ഥം നീ ഇല്ല എന്നല്ല, you are very next to me in my priority list, in my value system, but the number one is this, then only this. എന്നോട് ദേഷ്യം തോന്നരുത്, then only this. But not here, you are here. Not here, you are here. നിങ്ങൾ ഇവിടെ അല്ല, ഇവിടെ. ഡിഫറൻസ് മനസ്സിലാവുന്നു? ഡിഫറൻസ് മനസ്സിലാവുന്നു? Yes. I am not putting them here. I am putting them very next to my goal. അതുകൊണ്ടാണ് എൻ്റെ പല ഗോളിലും ഇത് പെട്ടെന്ന് ഇത് കണക്റ്റഡ് ആണ്. കാരണം they are very next to me. So അതെനിക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഐ നീഡ് their support. So value system rearrange ചെയ്യണമെങ്കിൽ you have to get permission from your family. ആ പെർമിഷന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാർ എന്ന് കരുതിയാൽ മതി. പക്ഷെ മേക്ക് ഷുവർ ദേ ആർ ഹാപ്പി. മേക്ക് ഷുവർ ദേ ആർ ഹാപ്പി. കാരണം ഇതെല്ലാം നേടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവര് ഇത്രയും നാള് സന്തോഷിച്ചിരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ നേടിയതിനൊന്നും വലിയ അർത്ഥമില്ല. അതിനാണ് ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുന്നത്. എന്തായാലും കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി, ഇനിയിപ്പോ അത് നോക്കിയേ പറ്റൂ. അതിനെ എടുത്ത് താഴെ ഇടാൻ പറ്റില്ല, അതിനെ മിഡിലോട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിനെ രണ്ടാമതാക്കാം by taking permission from them. So എന്റെ ചോദ്യം ഇതാണ്, where are you spending your time and money now? ഇപ്പോ എവിടെയാണ് നിങ്ങളുടെ സമയവും പണവും പോകുന്നത്? And that's your priority. And എന്തൊക്കെ കാര്യത്തിന് ഇന്ന് നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യത്തിന് നിങ്ങൾ ഇന്ന് പണം ചിലവഴിക്കുന്നുണ്ടോ, അതെല്ലാം നിങ്ങളുടെ
ഹൈ വാല്യൂ സിസ്റ്റത്തിൽ നിൽപ്പുണ്ട്. ഈ ബക്കറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എന്തിനൊക്കെ നിങ്ങൾ ഇപ്പൊ സമയം കൊടുക്കുന്നുണ്ട്? എഴുതിക്കോ. ഇപ്പൊ ഞാൻ എഴുതിക്കാൻ പോവാ. ഇപ്പോ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇത് ഇവിടെ ഇരുന്ന് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാ. ആദ്യം എഴുതേണ്ടത് കറന്റ് വാല്യൂ സിസ്റ്റം. ഇപ്പോഴത്തെ ഹൈയിൽ നിൽക്കുന്നത് എന്തൊക്കെ, ഇപ്പോ മിഡിൽ നിൽക്കുന്നത് എന്തൊക്കെ, ലോയിൽ നിൽക്കുന്നത് എന്തൊക്കെ? ലോ വാല്യൂ, ഹൈ വാല്യൂ, മിഡ് വാല്യൂ. ഇതെങ്ങനെ അറിയുന്നത്? ഏറ്റവും കൂടുതൽ സമയവും പണവും എന്തിനാണോ ചെലവഴിക്കുന്നത് അതെവിടേക്ക് പോവും? ഹൈയിലേക്ക്. ആവറേജ് എന്തിനാണോ ടൈമും പണവും ചെലവഴിക്കുന്നത് അത് മിഡിലേക്ക്. എന്തിനാണോ നിങ്ങൾ ഒന്നും പൈസ ചെലവാക്കാത്ത, സമയം ചെലവഴിക്കാത്തത് അത് ലോയിലേക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജിമ്മിൽ പോകാൻ പൈസ കൊടുക്കുന്നില്ല, നിങ്ങൾ ജിമ്മിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ എക്സർസൈസ് ചെയ്യാൻ സമയവും കൊടുത്തിട്ടില്ല എങ്കിൽ ഇറ്റ് ഫാൾസ് ഹിയർ. കറന്റ് വാല്യൂ സിസ്റ്റം എന്താണെന്ന് എഴുതുക. 3 minutes. കറന്റ് വാല്യൂ സിസ്റ്റം എഴുതുക. യെസ്. നൗ നെക്സ്റ്റ് യു ക്യാൻ ഡ്രോ ദ സെയിം തിങ്. സെയിം ഇതുപോലെ തന്നെ വരയ്ക്കുക. ഹൈ, മിഡ് ആൻഡ് ലോ. ആദ്യം നമ്മൾ വരച്ചത് നമ്മളുടെ കറന്റ്. ഇപ്പൊ എന്താണോ മുജീബിക്ക് നിലവിൽ എന്താണോ ഇതിന് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മളിപ്പോ എഴുതിയത്. ഹൈ, മിഡ് ആൻഡ് ലോ. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പ്രതിപേട്ട എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റം. ഈ വാല്യൂ സിസ്റ്റം എങ്ങനെ വേണം എന്നാണ് പ്രദീപേട്ടൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചിട്ട് അടുത്തത് വരച്ചു. മനസ്സിലായോ? നിലവിലതാണ് ആദ്യം വരച്ചത്. ഇനി നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് എങ്ങനെ നമ്മുടെ വാല്യൂ സിസ്റ്റം വീഴണമെന്ന്. അതനുസരിച്ചിട്ട് രണ്ടാമത്തത് വരച്ചു. അതിന് ഹെഡിങ് കൊടുത്തു മൈ എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റം. Put it as high, mid and low. 2 minutes. Yes. Now we have 2 value system. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 വാല്യൂ സിസ്റ്റം ഉണ്ട്. ഹൈ, മിഡ്, ലോ. നമ്മുടെ കയ്യിൽ ഒന്ന് കറന്റ് വാല്യൂ സിസ്റ്റം ഉണ്ട്, 2 ഇതുപോലെ തന്നെ ഹൈ, മിഡ് ആൻഡ് ലോ എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റം ഉണ്ട്. You know something, Asmalika? The difference between your expected value system and your current value system is your future. നിങ്ങളുടെ കറന്റ് വാല്യൂ സിസ്റ്റവും എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ചെയ്തിട്ട് പുതിയ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ നടക്കില്ല. പുതിയ റിസൾട്ട് വരണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം. പ്രതിവേട്ട ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യവും അങ്ങനെ ചെയ്തിട്ട് പുതിയ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഈ പുതിയ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പുതിയ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് റീഅറേഞ്ച് യുവർ വാല്യൂ സിസ്റ്റം. The difference between your current value system and expected value system is your future. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെയാണ്. എനിക്കൊരു ഗോളുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അതെന്റെ ഭാവി ജീവിതമായിട്ട് മാറും. അന്ന് അതെന്റെ കറണ്ട് ആയിട്ട് മാറും. അന്ന് എന്റെ ഇപ്പോഴത്തെ എക്സ്പെക്റ്റഡ് കറണ്ട് ആയിട്ട് മാറും. അപ്പൊ ഞാൻ എന്തുകൊണ്ടുവരും? പുതിയ എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റം കൊണ്ടുവരും. ഇതിനെ ഇവിടെ നിർത്തും, ഇതിനെ ഇങ്ങോട്ട് പുതിയത് കൊണ്ടുവരും. ദാറ്റ്സ് മൈ ഫ്യൂച്ചർ. സിമ്പിൾ. എന്താണ് ഗോൾ, എന്താണ് പ്ലാനിങ്, എന്താണ് അച്ചീവ്മെന്റ്സ്, എല്ലാം ഒരൊറ്റ സ്ക്രീനിൽ. ഇത് ഒരു 10 കൊല്ലം മുന്നേ
നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നിപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു കൊല്ലത്തിനപ്പുറം CRM കാണുമ്പോൾ അയ്യോ അന്ന് സാർ ഇത് പറഞ്ഞായിരുന്നല്ലോ എന്ന് ഇനി പറയാൻ അവസരം ഉണ്ടാക്കരുത്. ഇന്നാണ് അതിന്റെ സമയം. നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവേണ്ട സമയം ഇന്നായിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നായി. ഇനി കളയരുത്. പിടിച്ചോണം. So draw your current value system, draw your expected value system, and the difference is your future. My team, nothing is natural. ഞാൻ ഈ പഠിപ്പിക്കുന്നത് ഇതൊന്നും പ്രകൃതി എനിക്ക് കൊണ്ട് തന്നതൊന്നുമല്ല, എന്റെ ജന്മസിദ്ധമായ കഴിവുമല്ല, ദാസേട്ടൻ പാട്ട് പാടുന്ന ജന്മസിദ്ധമായ കഴിവല്ല, മമ്മൂക്ക അഭിനയിക്കുന്ന ജന്മസിദ്ധമായ കഴിവല്ല, സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചു വീണപ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നപ്പോ ബാറ്റും ബോളുമായിട്ട് വന്ന ആളല്ല. ആരൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ടോ they put it on top of their value system. ആ ലിസ്റ്റിലേക്ക്, ആ ബക്കറ്റ് ലിസ്റ്റിലേക്ക് അവരിട്ടത് കൊണ്ട് അവരതായി മാറി. അത്രേ ഉള്ളൂ. ദാസേട്ടൻ കുഞ്ഞുനാള് തൊട്ട് പാട്ട് പാടി പഠിക്കാൻ വേണ്ടി മെനക്കെട്ട് ടീച്ചർമാരുടെ അടുത്തും സംഗീത ഗുരുക്കന്മാരുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും ഒക്കെ പോയിരുന്ന് സാരി ഗമ പഠിച്ചത് കൊണ്ടാണ് ദാസേട്ടനായേ. അല്ലാതെ ഗർഭപാത്രത്തിൽ കിടന്നപ്പം അടുത്ത് നിന്ന് നേഴ്സ് പാട്ട് പാടുന്ന കേട്ടോണ്ട് പുള്ളി അതനുസരിച്ച് ജനിച്ചു വീണതല്ല. തീർച്ചയായിട്ടും അമ്മമാരുടെ ചിന്തകളും അമ്മമാരുടെ ഗർഭകാലത്ത് ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദോസ് ആർ സിംപ്ലി ഇൻഫ്ലുവൻസ്. എങ്കിൽ ഇപ്പൊ കഞ്ചാവ് അടിച്ചോണ്ട് നടക്കുന്നവന്മാരൊക്കെ എന്ത്, അവരുടെ അമ്മമാര് പണ്ട് കഞ്ചാവ് അടിക്കുമായിരുന്നോ? ഓൾ ദീസ് ആർ. സിഗരറ്റ് വലിക്കാത്ത ഒരാളെ സംബന്ധിച്ച് സിഗരറ്റ് എന്ന കാര്യം കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സിഗരറ്റിന്റെ ചിന്ത വന്നാൽ മതി, ആ ഫ്രീക്വൻസി കണക്ട് ആവും, പിന്നെ വലിക്കാതിരിക്കാൻ പറ്റില്ല. ഉറപ്പാണ്. മൈ ടീം, എവരിത്തിങ് നിങ്ങൾ ഇന്ന് കാണുന്ന ഏതൊരു സക്സസ്ഫുൾ ആളിന്റെയും എവരിത്തിങ് ഈസ് dedication in their value system. Anything that you see is dedication in their values. ആരിൽ എന്ത് എക്സ്ട്രാ ഓർഡിനറി നിങ്ങൾ കാണുന്നുണ്ടോ, that's their dedication in their value system. അതിനുവേണ്ടി അവരെടുത്ത പ്രയത്നം നിങ്ങൾക്കറിയില്ല. ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്, ഇങ്ങനായി മാറിയത്, അതിന്റെ പിന്നിൽ ഈ വാല്യൂ സിസ്റ്റത്തിന്റെ അകത്ത് എന്തോരം ഡെഡിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. കഴിഞ്ഞ 1000-ഓളം ദിവസമായിട്ട് രാവിലെ പുതിയ ടോപ്പിക്കുകളുമായിട്ട് കൃത്യം ഒരേ സമയത്ത് തന്നെ എന്നും വന്ന് ഫ്രഷ്നെസ്സോടുകൂടി ഓരോ ദിവസവും ആ വാല്യൂ കൂട്ടിക്കൊണ്ട് ഈ കിങ്സ് ക്ലബിനെ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കിങ്സ് ക്ലബ് എന്ന് പറയുന്നതും നിങ്ങൾ എന്ന് പറയുന്നതും എൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ ഞാൻ എവിടെയാണ് ഇട്ടിരിക്കുന്നത് എന്ന്. നിങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ ഇത് അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നവർ പോലും. അത്രയും പ്രയോറിറ്റി തന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും പഠിക്കുകയും നിങ്ങളെ വന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പപ്പുണ്ണിയും കെട്ടിപ്പിടിച്ച് കുഞ്ഞൂട്ടനെയും കെട്ടിപ്പിടിച്ച് മായോടും കാര്യം പറഞ്ഞ് കിടന്നിട്ട് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ചിന്തിക്കുന്നത് നാളത്തെ ടോപ്പിക്കുകളാണ്, നാളത്തെ ദിവസമാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ സൈഡിലോട്ട് നോക്കാറേയില്ല. ഒരൊറ്റ ചാട്ടം, ഒരൊറ്റ എഴുന്നേറ്റ് ഇനി പോരും, ഇതിലോട്ട് വന്ന് ഞാൻ കേറുക, വേറൊന്നുമില്ല.
ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങി ചെന്നിട്ട് അവര് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മായ എഴുന്നേറ്റ് പപ്പുണ്ണി സ്കൂളിൽ പോയി. ഇവിടെ സമയം 6:10, 5:55 സ്കൂൾ ബസ് വരും. ഇതൊക്കെ ഇവിടുന്ന് നടന്നു കേട്ടോ. നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവമായിരിക്കും കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. നിങ്ങൾക്കൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ, യുദ്ധ അന്തരീക്ഷത്തിൽ നടക്കുന്ന കാര്യമായിരിക്കും. യെസ്, ഇറ്റ്സ് ടോപ്പ് ഇൻ മൈ പ്രയോറിറ്റി ലിസ്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ നമ്പർ 1. അതുകൊണ്ട് അവരുടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് വീടിന്റെ താഴെ വരും, അത് അവിടെ വന്ന് പിക്ക് ചെയ്തോളൂ, ഇവര് കൃത്യം അവിടെ ചെല്ലാം. ഒരു കാര്യം അറിയോ, കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ, കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ വെളുപ്പിനെ ഇവിടുത്തെ 5:15, ഇവിടെ 5 മണിക്ക് ഞാൻ ക്ലാസ് തുടങ്ങും, 5:15 അപ്പുറത്ത് കുക്കർ ചീറ്റുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ചെന്ന് ചോദിച്ചു, ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇന്ന് കുക്കർ ചീറ്റി? അത് ഇന്നലെ കടല വേവിച്ചായിരുന്നു രാത്രി, കുഞ്ഞിന് രാവിലെ കൊടുത്തു വിടാൻ, പക്ഷെ അത് വെന്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, വെന്തില്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിട്ടോണം, മേലിൽ ക്ലാസ്സിൽ ശബ്ദം കേൾക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ അത് കേട്ടിട്ടില്ല. മായോട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? They are in my top priority, but you are in my number 1 position. They are not. They are not. നിങ്ങൾക്ക് കുട്ടിയെ സ്കൂളിൽ ഒരുക്കി വിടുക എന്ന് പറയുന്നത്, കൊണ്ടുവിടുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിരിക്കും. ശരിക്കും അതിനുള്ളതേ ഉള്ളോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചോ. ഇതിലാരെങ്കിലും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുകയും വിളിച്ചോണ്ട് വരുന്നവരും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ, നീയൊക്കെ കെട്ടിയിട്ടപ്പെട്ട പശുവിനെ പോലെ ഒരു കുറ്റിക്ക് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തോ ലാഭിക്കാനാണ് ഒരു സ്കൂൾ ബസിന്റെ അകത്ത് കയറ്റി വിട്ടാൽ എന്ത് ചെലവാ വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ത്രൂ ഔട്ട് ദ ഡേ ടൈം, വൈകിട്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിക്കണം എന്നുള്ള ചിന്ത നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂൾ ടൈമിന് മുന്നേയും സ്കൂൾ ടൈമിന് ശേഷവും അങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കെട്ടിയിട്ടു. ഒരു ഡ്രൈവറെ ഇനി അവനെ പബ്ലിക് സ്കൂൾ ബസ്സിൽ വിടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു കാർ എടുത്തു കൊടുത്തിട്ട് ഒരു ഡ്രൈവറെ വെച്ചിട്ട് അവനോട് പറ രാവിലെ കൊണ്ടുവിടുകയും വൈകിട്ട് വിളിച്ചോണ്ട് വരികയും വേണം. ബാക്കി സമയത്ത് നിങ്ങളുടെ ജോലിയും ചെയ്യിക്കും. അതൊന്നും അല്ല വാല്യൂ സിസ്റ്റത്തിൽ വീഴേണ്ട കാര്യം. കാറ് കഴുകുന്നതല്ല വാല്യൂ സിസ്റ്റത്തിൽ വീഴേണ്ടത്. ഭാര്യയെ കൊണ്ടുപോയി ഓഫീസിൽ വിടുന്നതല്ല നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ വീഴേണ്ടത്. ഓൾ ദീസ് ആർ മൾട്ടിപ്പിൾ തിങ്സ്, നോട്ട് യുവർ മെയിൻ തിങ്സ്. അവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുത്ത് എഫക്റ്റ് അല്ല പരിഹരിക്കേണ്ടത്, കോസ്. വണ്ടി എടുത്തു കൊടുത്ത് ലൈസൻസ് കൊടുത്തു വിട്ടേരെ, ശരിയാ. 3 മാസം മെനക്കെടേണ്ടി വരും, അല്ലെ 5 മാസം മെനക്കെടേണ്ടി വരും, പോട്ടെ. അതിന് നിങ്ങൾ മെനക്കെടണ്ട, ഡ്രൈവിംഗ് സ്കൂളിൽ സെറ്റ് ചെയ്താൽ മതി. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഒരു ഡ്രൈവറെ വെച്ച് കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചോളും. ഈ സ്കൂളിൽ ആശാനെ വെച്ച് തന്നെ പഠിപ്പിക്കും, എക്സ്ട്രാ ടൈമിൽ അവരൊന്ന് പഠിപ്പിച്ചോളും. ലിവറേജ് എന്തിനാ ലിവറേജ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് പണം ഉപയോഗിക്കേണ്ടത്? എനിത്തിങ് that comes to your high value system which can be made through money, കാശ് കൊടുത്ത് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കരുത്, കാശ് കൊടുത്ത് അത് മേടിച്ചേക്കുക. എന്റെ ട്രാവൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആന്റണി സാറിന്റെ ടാലന്റ് ടീമാണ്. അവര് ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴും ഒരു നിശ്ചിത സർവീസ് ചാർജ് എടുക്കുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര രൂപയാണ് സാറേ ഞങ്ങൾ എടുക്കുന്നത്. അതെനിക്കറിയാം. അത് അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴും ആ സർവീസ് ചാർജ് പോകുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ടിക്കറ്റ് എടുക്കുക,
പലതിന്റെ റേറ്റ് കമ്പയർ ചെയ്യുക, പല ഹോട്ടൽ കമ്പയർ ചെയ്യുക, അവിടുത്തെ ഇത് നോക്ക്. ഇതൊന്നും എൻ്റെ വാല്യൂ സിസ്റ്റത്തിലല്ല. ഞാൻ അതിന് ആ സർവീസ് ചാർജ് കൊടുത്തിട്ട് ഇവിടേക്ക് പോകേണ്ടിയിരുന്ന ആ സാധനത്തിനെ എടുത്ത് ഞാൻ ഇവിടേക്ക് മാറ്റും. സത്യത്തിൽ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന സാധനമോ, പക്ഷെ ഞാൻ എന്തെടുത്തു? എൻ്റെ ഏറ്റവും വലിയ സ്റ്റാഫായ, എൻ്റെ ഏറ്റവും വലിയ അടിമയായ പണത്തെ ഉപയോഗിച്ച് ഈ സാധനത്തിനെ പൊക്കി താഴെയിട്ടു. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റിക്ക് വിത്ത് മൈ നമ്പർ 1. ആ സെർച്ച് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു 10 പേജ് വായിച്ച് തീർക്കാം, റെലവെന്റ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ. ഒന്നും വേണ്ട, കിടന്നുറങ്ങാം, എൻ്റെ ബോഡിക്ക് ഫ്രഷ്നെസ് കിട്ടും. എവറിത്തിങ് ഈസ് ഡെഡിക്കേഷൻ ഇൻ വാല്യൂസ്. Anyone who is successful in any segment of their life, they have put it on top of their value system. ഈ ലോകത്ത് ആരൊക്കെ സക്സസ് ആയിട്ടുണ്ടോ ആ സക്സസ് ആയ കാര്യം അവരെടുത്ത് എവിടെ ഇട്ടു? ഓൺ ടോപ്പ് ഓഫ് ദെയർ വാല്യൂ സിസ്റ്റം. അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും അവർ ചെയ്തിട്ടില്ല. ദേ പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദെയർ വാല്യൂ സിസ്റ്റം. അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരാളെ സംബന്ധിച്ച് അവന് വേണ്ടത് നല്ല ഷൂവാ. അവൻ എന്തെടുക്കും? ആ ഷൂസിന് വേണ്ടിയിട്ട് അവൻ 10,000 രൂപ ചെലവാക്കും. പക്ഷെ നമ്മളത് ചെലവാക്കത്തില്ല. കാരണം ദാറ്റ്സ് ഇൻ അവർ ലോ പ്രയോറിറ്റി. നമ്മൾ 450 രൂപയുടെ ഷൂയെ മേടിക്കുക, ജോഗിങ് ഷൂയെ മേടിക്കത്തുള്ളൂ. പക്ഷെ അവൻ മേടിക്കുന്നത് 40,000 രൂപയുടെ ആയിരിക്കും. നിങ്ങൾ ഈ ലോകത്ത് ആരൊക്കെ സക്സസ് ആയി കാണുന്നുവോ അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുള്ളവരാ? ദേ ഹാവ് പുട്ട് ദാറ്റ് ആക്ഷൻ in their top in their value system. So ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, a businessman is an artist. A businessman is an artist who is drawing a beautiful picture. A businessman is an artist who is drawing a beautiful picture of his idea. അവന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിന്റെ മനോഹരമായ ഒരു പിക്ചർ വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ആണ് ബിസിനസ്സുകാരൻ. എവിടെയാണ് ഈ പടം വരച്ചിടുന്നത്? ഇൻ ഹിസ് മാർക്കറ്റ് പ്ലേസ്. A businessman is an artist who is drawing a beautiful picture of his idea in his marketplace. So, എന്താണ് നമ്മളുടെ വാല്യൂ സിസ്റ്റത്തിൽ നമ്പർ 1 പ്രയോറിറ്റിയിൽ വരേണ്ടത്? നമ്പർ 1 പ്രയോറിറ്റിയിൽ വരേണ്ടത് to draw your business as an artist, to draw your idea as an artist in the marketplace. എഡ്യൂഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഐഡിയ റോയ് ചേട്ടൻ വരച്ചോണ്ടിരിക്കുക. രായൻ ചേട്ടന്റെ മൗറീഷ്യസ് റെസ്റ്റോറന്റ് പടം വരച്ചോണ്ടിരിക്കുക. ഇലക്ട്രോ ഗ്രീൻ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പടം, ആ ബിസിനസിന്റെ പടം വരച്ചോണ്ടിരിക്കുകയാണ് അൻവർ. ഇമേജ് മൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഐഡിയയുടെ പടം വരച്ചോണ്ടിരിക്കുകയാണ് സലീമിക്ക. അത് തന്നെയാണ് ഹനീഫിക്കയും ചെയ്യുന്നത്, അത് തന്നെയാണ് റാമോഹൻ സാറും ചെയ്യുന്നത്, അത് തന്നെയാണ് വർഗീസ് സാറും ചെയ്യുന്നത്. മാന്നാർ ക്രാഫ്റ്റ് എന്ന മനോഹരമായ, അതിമനോഹരമായ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് സാദിഖ്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ആ പടം വരയ്ക്കുന്നത് ഷുഡ് ബി ദ നമ്പർ 1 ഇൻ യുവർ വാല്യൂ സിസ്റ്റം. എങ്കിലേ നിങ്ങൾക്കും നാളെ ഒരു ലാലേട്ടനാവാൻ പറ്റൂ, ഒരു കലാകാരനാകാൻ പറ്റൂ. കലാകാരൻ ഓഫ് യുവർ ബിസിനസ്. യെസ്. സോ നൗ ഐ നീഡ് എ ലിസ്റ്റ്. ഇനി എനിക്ക് വേണ്ടത് ഒരു ലിസ്റ്റാണ്.
The list of things or actions that you are going to put on top. ഇപ്പോ താഴെയും മിഡിലും കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെയാണ് നിങ്ങൾ ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്? പ്രിപ്പയർ ദാറ്റ് ലിസ്റ്റ്. വാല്യൂ സിസ്റ്റത്തിൽ താഴെയും മിഡിലും കിടക്കുന്ന എന്തൊക്കെയാണ് നിങ്ങൾ മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്? എഴുതിക്കൂ. മുകളിൽ കിടക്കുന്ന എന്തിനെയൊക്കെയാണ് പണം കൊടുത്തും അതല്ലാതെയും മിഡിലേക്കും താഴേക്കും മാറ്റാൻ പറ്റുന്നത്? ആ ലിസ്റ്റും ഇന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഇവിടെ നിൽക്കുന്നു, നമുക്ക് ഇവിടെ എത്തിച്ചേരണം. ദിസ് ഈസ് അവർ ഗോൾ. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ എന്താണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത്. ദിസ് ഈസ് ടൈം. ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ എത്തിച്ചേരണം. ഇതാണ് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു. ആൻഡ് നൗ ഇവിടെയാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ദിസ് ഈസ് ദ റിയാലിറ്റി. സോ ദിസ് ഈസ് അവർ കറന്റ് വാല്യൂ സിസ്റ്റം. ദിസ് ഈസ് അവർ എക്സ്പെക്റ്റഡ് വാല്യൂ സിസ്റ്റം. എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കണം. ഇവിടെ നിന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതല്ലാതെ ഇവിടേക്ക് എത്തില്ല. Act from where you want to be, not from where you are. എവിടെ നിന്നാണ് ആക്ട് ചെയ്യേണ്ടത്? എവിടെ എത്തണോ അവിടെ നിന്ന് ആക്ട് ചെയ്യണം. അല്ലാതെ എവിടെയാണോ അവിടെ നിന്ന് ആക്ട് ചെയ്താൽ യു വിൽ സ്റ്റേ ഹിയർ. എവിടെ എത്തണോ അവിടെ നിന്ന് ആക്ട് ചെയ്താൽ യു വിൽ ക്ലൈംബ് there. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും there is a friction. വലിച്ച് താഴോട്ടിടാനുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് പോകണം എങ്കിൽ ഇവിടെ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾക്കും ഇവിടെ നിന്നെടുക്കുന്ന പ്രവർത്തികൾക്കും ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ടു ബ്രേക്ക് ദിസ് ഫ്രിക്ഷൻ യു നീഡ് ദിസ് വാല്യൂ സിസ്റ്റം. That is your expected value system, and difference between this expected and current value system is your future. ഈ ഡിഫറൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ആ ഡിഫറൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. സോ സന്തോഷേട്ടാ, ഇഫ് യു വാണ്ട് ടു റീച്ച് there, act from there, not from here. So my team, fix yourself first. Then you can fix your business. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ഫിക്സ് ചെയ്യും, പിന്നെ നിങ്ങൾ ബിസിനസിന്റെ കാര്യം ഫിക്സ് ചെയ്യും. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ ഈ ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയത്ത്, കറണ്ടിൽ നിന്ന് എക്സ്പെക്റ്റഡിലേക്ക് മാറുന്ന സമയത്ത്, ഇവിടെ 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 പ്രതിഭട്ട ശ്രദ്ധിച്ചു കേട്ടോ, മുജീവിക്ക, സന്തോഷേട്ടാ, സന്തോഷ് പ്രഭാകരെ പേനയൊക്കെ താഴെ വെച്ച്, കറന്റ് വാല്യൂ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോ, ഒരു ബുക്ക് വായിക്കുമ്പോ, ഒരു വീഡിയോ കാണുമ്പോ, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിൽ എന്തുണ്ടാവും? ചില മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ഇവിടെ കിടന്ന സാധനം ഇന്നു തൊട്ട് ഞാൻ ഇങ്ങനെയാകും എന്ന് തീരുമാനിക്കും. എങ്ങനെ? ഇവിടെ കിടന്ന സാധനത്തിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇടും. എന്നിട്ട് 1-2 ദിവസം അല്ലെ 1-2 ആഴ്ച നമ്മൾ അങ്ങനെ ആവും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ദിസ് ഈസ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഡിസംബർ 31 രാത്രി ലോകത്ത് ഏറ്റവും കൂടുതൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് സംഭവിക്കുന്ന ദിവസമാണ്. ജനുവരി 5 ലോകത്ത് ഏറ്റവും കൂടുതൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് പൊളിയുന്ന ദിവസമാണ്. 5 ദിവസത്തെ ആയുസേ ഉള്ളൂ. മനോട്ട, കറണ്ടിൽ നിന്ന് എക്സ്പെക്റ്റഡിലേക്കുള്ള യാത്രയ്ക്ക് പറയുന്ന ഈ ചേഞ്ച് പെർമനന്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്.
ഞാൻ ഇടയ്ക്ക് കോളേജ് എലക്ഷൻ സമയത്ത് ഞാൻ തീരുമാനിച്ചിരുന്നു, ഇനി രാഷ്ട്രീയമൊന്നുമില്ല, SFI ഇല്ല, അതാണ് ഇതാണ് എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇതിൽ തന്നെ കിടന്ന് കളിക്കാൻ തുടങ്ങി. കാരണം അന്ന് എനിക്കുണ്ടായത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. പക്ഷെ 2016 ശേഷം പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇറ്റ് നെവർ കെയിം അപ്പ്. പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരാൻ ഞാൻ സമ്മതിച്ചില്ല. ആൻഡ് ദാറ്റ്സ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. പെർമനന്റ് ചേഞ്ചിന് പറയുന്നതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. പെർമനന്റ് ചേഞ്ചിന് പറയുന്നതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. നൗ ഇതിലൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഐ വിൽ ടേക്ക് ഇറ്റ് ടുമാറോ. ഈ പറഞ്ഞ വാല്യൂ സിസ്റ്റം ഇന്ന് നമ്മൾ പറഞ്ഞത് ബിസിനസിനെ ബേസ് ചെയ്തിട്ടാ, സോറി പേഴ്സണെ ബേസ് ചെയ്തിട്ട്. നാളെ നമ്മൾ ഇത് ബിസിനസിനെ ബേസ് ചെയ്ത് സംസാരിക്കും. ആദ്യം ഫിക്സ് യുവർ സെൽഫ്, ദെൻ വി വിൽ ഫിക്സ് ദ ബിസിനസ്. ഇവിടം ക്ലിയർ ആക്കിയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. ഇന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിറ്റി ഷിഫ്റ്റ് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യത്തെ നടപ്പാക്കിക്കൂ. ഒന്നും നോക്കാനില്ല. ദിസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഫോർ യു. അങ്ങനെ ഉണ്ടാവാൻ പ്രകൃതി നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ക്യാച്ച് ദാറ്റ് ഹൈ ഫ്രീക്വൻസി. താങ്ക് യു.